പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കറിയാം, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം പ്ലസ് എന്താ, വില്ലിംഗ്നെസ് ടു പേ ആണെന്നുള്ളത് എന്തിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്തൊക്കെയാ പഠിച്ചത്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം വേണം, ഡിസയർ വേണം. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? എബിലിറ്റി വേണം. മൂന്നാമത്തെ എന്ത് വേണം? വില്ലിംഗ്നെസ് ടു പേ, പൈസ കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും തമ്മിൽ ആഡ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തുണ്ടെന്ന് പറയാം? ഡിമാൻഡ് ഉണ്ട് എന്ന് പറയാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന നിരവധി ഫാക്ടറുകൾ ഉണ്ട്. ഈ ഫാക്ടേഴ്സുകളെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം, ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്പ് കൺസ്യൂമേഴ്സ് വില്ലിംഗ്നെസ് and ability to purchase goods and services. These factors are known as the determinants of demand. ഓക്കെ, അപ്പൊ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന നിരവധി ഫാക്ടറുകൾ ഉണ്ട്. ആ ഫാക്ടറുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഈ ഫാക്ടറുകളുടെ എഫക്റ്റീവ്നെസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങണ്ടോ വാങ്ങാനുള്ള താല്പര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണത്, തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളത്. ഫസ്റ്റ് ആണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം എന്ത് ചെയ്യണം, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ? ദ പ്രൈസ് ഈസ് ഇൻക്രീസസ്, ഡിമാൻഡ് വിൽ ഡിക്രീസ്. ദെൻ പ്രൈസ് വിൽ ഡിക്രീസസ്, ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. സോ പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ഏതൊരു പ്രൊഡക്റ്റിന്റെയും ഡിമാൻഡ് കൂടാം കുറയാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡിമാൻഡ് കുറയാം. ഓക്കെ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ പ്രൈസ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം, എന്തായിരിക്കും? ഇൻകം ഓഫ് ദി കൺസ്യൂമർ അല്ലെ. ഇൻകം എന്താ? നമുക്ക് ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഓഫ് എന്താ, ലക്ഷറി ഗുഡ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്ന പറയണത് അല്ലെ. ലക്ഷറി ഗുഡ്സുകളുടെ ഡിമാൻഡ് എന്ത് ചെയ്യൂടാ, ഇൻക്രീസ് ചെയ്യും. നോക്കാം, when consumers income increases, demand of normal goods also rises. ഓക്കെ, ഈ നോർമൽ ഗുഡ്സിൽ വരുന്ന സാധനങ്ങളൊക്കെയാണ് ഈ കുറച്ച് വില കൂടിയ ഐറ്റംസുകളാണ് നോർമൽ ഗുഡ്സ് പറയുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, കാറ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോർമൽ ഗുഡ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയുടെ, അപ്പൊ നമ്മളെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടി, നിങ്ങളുടെ സാലറി ഇൻക്രിമെന്റ് ആയി, നിങ്ങൾ എന്ത് ചെയ്യൂടാ, കുറച്ച് നല്ല വലിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, വാങ്ങാനായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇൻഫീരിയർ ഗുഡ്സുകൾ ഉണ്ട് കേട്ടോ. ഡിമാൻഡ് ഫാൾസ്, ഇൻകം റൈസസ് സിൻസ് ദി പീപ്പിൾ ഷിഫ്റ്റ് ടു സുപ്പീരിയർ ആൾട്ടർനേറ്റീവ്സ്. അപ്പൊ ഇൻഫീരിയർ ഗുഡ്സുകൾ ഉണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇത്രയും കാലം ഒരു റേഷൻ അരിയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, വാങ്ങിയിരുന്നത് വീട്ടില്. സോ പെട്ടെന്ന് എന്ത് ചെയ്യാടാ, എനിക്ക് കുറച്ച് ഇൻകം കൂടി, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റേഷൻ അരി വിട്ടിട്ട് ഞാൻ വലിയ അരികൾ വാങ്ങി തുടങ്ങി. വസുമതി അങ്ങനെ പോലെയുള്ള, കുറുവാരി പോലെയുള്ള വലിയ അരികൾ, ഒരു വില കൂടിയ രീതിയിലുള്ള അരികളൊക്കെ വാങ്ങി തുടങ്ങി. സോ റേഷൻ അരിയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, അവിടെ കുറഞ്ഞു. സോ അതാണ് പറഞ്ഞത്, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡ്സുകൾ ഉണ്ട്. ഇങ്ങനെ ചെറിയ ഗുഡ്സുകൾ ഉണ്ടായിരിക്കും നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്നത്. ആ ഗുഡ്സുകളുടെ എന്ത് ചെയ്യൂടാ, ഡിമാൻഡ് അവിടെ കുറയുമെന്നാണ് പറയുന്നത്. നോക്കാം, however for inferior goods demand falls as income rises since people shift to their superior alternative. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ എന്ത് ചെയ്യും, വേറെ ആൾട്ടർനേറ്റീവ്സിലേക്ക് എന്ത് ചെയ്യും. ഇപ്പം വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണ് ഏതായിരുന്നു, വിവോയുടെ ഫോണായിരുന്നു അല്ലെ. വിവോയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യും, സാലറി 1 ലക്ഷം രൂപ എനിക്ക് ഇൻക്രിമെന്റ് ഒക്കെ വന്നു. ഞാൻ നേരെ എന്താക്കിയടാ, ഐഫോൺ വാങ്ങാൻ പോയി അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഈ വിവോയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, ഡിമാൻഡ് അവിടെ കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഫീരിയർ ഗുഡ്സിൽ വരുന്നത്. അപ്പൊ ഫോണൊന്നും ഇൻഫീരിയർ ഗുഡ്സിൽ വരുന്നില്ല, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ആ നോർമൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഇൻകം കൂടുമ്പോൾ നോർമൽ ഗുഡ്സിന്റെ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇത്രയും എന്ത് ചെയ്യുക, അവിടെ മനസ്സിലാക്കി വെക്കുക. സോ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് ദി കൺസിഡറിങ് ഏത് ടൈമിൽ ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക.
നോക്കാം അടുത്ത ഐറ്റം എന്താന്ന് നോക്കാം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു റിലേറ്റഡ് ഗുഡ്സ് ക്രോസ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേറ്റഡ്. അപ്പൊ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഗുഡ്സ് ആണ് വരിക. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഒന്ന് കോംപ്ലിമെന്ററി ഗുഡ്സ്. മറക്കരുത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നില്ലെങ്കിൽ മറ്റേത് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇപ്പൊ ടീ കുടിക്കാം, ടീയുടെ വില കൂടി, കോഫി എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ടീ ഇല്ലെങ്കിലും നമുക്ക് കോഫി ഉണ്ട്, ഒന്നില്ലെങ്കിലും ഒന്നുണ്ട്. ഇങ്ങനെയുള്ള ഗുഡ്സുകളാണ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ? ഗുഡ്സ് യൂസ്ഡ് ടുഗദർ. ഇവിടെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാറ്, പെട്രോള് അല്ലെ? പെട്രോൾ ഇല്ലാണ്ട് കാറുണ്ടായിട്ട് കാര്യം ഉണ്ടാവും, കാറില്ലാണ്ട് പെട്രോൾ ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ? പെന്ന്, ഇങ്ക്, പെന്നും ഇങ്കും. ഇങ്ക് ഇല്ലാണ്ട് പെന്നുണ്ടാവുമോ? ഇല്ല. പെന്നില്ലാണ്ട് ഇങ്ക് ഉണ്ടാവും? ഉണ്ടാവില്ല. ഈ രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഡക്റ്റേ ഉള്ളൂ. ഇങ്ങനെയുള്ള അതിനെയാണെന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ രണ്ട് ഐറ്റങ്ങളും റിലേറ്റഡ് ഗുഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഈ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് അഫക്റ്റഡ് ബൈ ദി പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, എന്താണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ. നമുക്ക് ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ? കോഫി, ടീ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്, പെട്രോൾ ആണെന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ? ഈ പിക്ചർ മനസ്സിന്റെ ഉള്ളിൽ കയറ്റി വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾ അത് മറന്നു പോകില്ല. ക്ലിയർ? നമുക്ക് അടുത്തത് നോക്കാം. ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. അല്ലെ? നമ്മുടെ ടേസ്റ്റും ഹാബിറ്റും പ്രിഫറൻസും ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ അത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തിനും ചേഞ്ച് വരും? പ്രൊഡക്റ്റുകളുടെ, ഗുഡ്സുകളുടെ ഡിമാൻഡിലും ചേഞ്ച് വരുന്നതാണ് പറയുന്നത്. കൺസ്യൂമർ പ്രിഫറൻസ് ചേഞ്ചസ് ഡ്യൂ ടു ദി ഫാഷൻ, ട്രെൻഡ്സ്, ലൈഫ് സ്റ്റൈല്, കൾച്ചറൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യൂടാ? കാരണം നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പണ്ട് കാലത്തെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ കാലഘട്ടത്തിനും ഓരോ കൾച്ചേഴ്സും ഒക്കെ മാറി മാറി വരുമ്പോൾ അതെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫാഷൻസുകളൊക്കെ ചേഞ്ച് വരും. ഇത് ചേഞ്ച് ആകുമ്പോൾ ഡിമാൻഡിൽ എന്ത് വരും? ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് റൈസ് ഇൻ ഡിമാൻഡ് ഓഫ് സ്മാർട്ട് ഫോൺ. അല്ലെ? സ്മാർട്ട് ഫോണിന്റെ ഡിമാൻഡ് കൂടുന്നു ഓവർ ബേസിക് മോഡൽ ഫോൺ ഡ്യൂ ടു ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ. നമുക്ക് പണ്ടൊക്കെ നമ്മൾ മറ്റേ കീബോർഡും കീ ഒക്കെ ഉള്ള ഫോൺ യൂസ് ചെയ്തിരുന്നു. പിന്നെ ടച്ചിലേക്ക് മാറി. ഇപ്പൊ ടച്ചിൽ നിന്ന് തന്നെ വലിയ വലിയ ഫോണുകളിലേക്കൊക്കെ എന്ത് ചെയ്തു? ഭയങ്കര മൈക്രോ രീതിയിലുള്ള ഫോണുകളിലേക്കൊക്കെ എന്ത് ചെയ്തു? അങ്ങനെ സ്മാർട്ട് വാച്ച് അങ്ങനെയുള്ള ഫോണുകളിലേക്ക് വരെ എന്ത് ചെയ്തു? നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഹാബിറ്റ് ലൈക്ക് ഇനി സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ക്രിയേറ്റ് ഹാബിറ്റ്ഫുൾ. അല്ലെ? സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ നമുക്ക് ഉള്ള ആളാണെന്ന് വെച്ചെങ്കിൽ നമ്മളതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര പ്രൈസ് കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും? അതെന്തായാലും വാങ്ങാനായിട്ട് പോകും അല്ലെ? അപ്പൊ അതിന്റെ ഡിമാൻഡ് എത്ര പൈസ കൂടിയാലും ഡിമാൻഡ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതാണ് അവിടെ പറയുന്നത്. ഓക്കെ. അപ്പൊ പറയണത് ടേസ്റ്റ്, ഹാബിറ്റ്, പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ ടേസ്റ്റ്, ഹാബിറ്റ്, പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? ഡിമാൻഡിനെ, ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ 4 പഠിച്ചത് ഏതൊക്കെയാ? ഒന്ന് പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ്, രണ്ടാമത്തെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ. മൂന്നാമത്തെ എന്താ പറയുന്നത്? റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ്. നാലാമത്തെ പറഞ്ഞു ടേസ്റ്റ്, ഹാബിറ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ. അല്ലെ? ഇപ്പൊ തന്നെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കും അല്ലെ? ഗോൾഡിന്റെ പ്രൈസ്. അല്ലെ? ഗോൾഡിന്റെ പ്രൈസ് ദിനം ദിനം എന്ത് ചെയ്യാടാ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സാധനങ്ങൾ വാങ്ങി വെക്കും. ഗോൾഡും കാര്യങ്ങളൊക്കെയാണ്. ചിലതാണെന്ന് വെച്ചെങ്കിൽ ഫ്യൂച്ചറിൽ വില കുറയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാങ്ങാതിരിക്കും. അപ്പൊ ഓരോ വ്യക്തിയുടെയും ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ എന്ത് വരും? ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇഫ് കൺസ്യൂമർ എക്സ്പെക്ട് പ്രൈസസ് ടു റൈസ് ഇൻ ദി ഫ്യൂച്ചർ ദേ മെനി ഇൻക്രീസ് കറന്റ് ഡിമാൻഡ്. കൺവേഴ്സ്ലി എന്താ? ഇഫ് ദേ എക്സ്പെക്ട് പ്രൈസ് ടു ഫാൾ ദേ മെനി പോസ്റ്റ്പോൺ പർച്ചേസസ്. ഇപ്പൊ പറഞ്ഞതേ കാര്യം. എക്സാമ്പിൾ എന്താടാ? ഗോൾഡ് ഡിമാൻഡ്. ഗോൾഡിന്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ഫ്യൂച്ചറിലെ പ്രൈസിന്റെ എക്സ്പെക്ടേഷൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. അല്ലെ? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെയിൽസ് ഇപ്പോഴാണെന്ന് വെച്ചെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് തുറന്നാലും ഫുള്ള് പ്രൊമോഷന്റെ കുറെ ആഡുകൾ കാണാം. അപ്പൊ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് സെയിൽസ് ഒക്കെ കൂടാണ്, സെയിൽസ് പ്രൊമോഷൻ ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ എന്ത് വരൂടാ? ചേഞ്ച് വരും. ഇനി അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങും?
ഒരിക്കലും വാങ്ങില്ല. സോ അതാണ് പറയുന്നത് എഫക്റ്റീവ് അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊമോഷണൽ ക്യാമ്പയിൻ ഇൻക്രീസ് ദി കൺസ്യൂമർ അവയർനെസ് ആൻഡ് പ്രിഫറൻസ് ലീഡിങ് ടു എന്താ ഹയർ ഡിമാൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡ് ഫോർ ദി സോഫ്റ്റ് ഡ്രിങ്ക് ആൻഡ് കോസ്മെറ്റിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് കുറെ ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതുവഴി ആൾക്കാർ അത് കൂടുതൽ വാങ്ങുന്നുണ്ട്. സോ അതാണ് അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. നെക്സ്റ്റ് നോക്കാം, സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ അല്ലെ. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ആൾക്കാരുടെ സൈസും പോപ്പുലേഷന്റെ ഇതൊക്കെയാണ് പറയണത്. പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡിൽ ചേഞ്ച് എന്തായാലും വരുന്നുണ്ടായിരിക്കും പ്രൊഡക്റ്റിന്റെ. ആൾക്കാർ കൂടുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കൂടുതൽ ആൾക്കാർ വാങ്ങാനുണ്ടായിരിക്കും. ആൾക്കാർ കുറയുകയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ ഡിമാൻഡിൽ എന്ത് വരും, വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഏജ് അനുസരിച്ച് ഇവിടെ പറയുന്നുണ്ട് യങ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ഹയർ ഡിമാൻഡ് ഫോർ എന്തിനൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക, എഡ്യൂക്കേഷൻ, പിന്നെ അവരുടെ ഫാഷൻസ്, ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക ഡിമാൻഡ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. ഇനി ഏജിങ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, അവർക്ക് കൂടുതൽ ഡിമാൻഡ് മെഡിസിൻസ് അല്ലെ, ഹെൽത്ത് കെയർ, മെഡിസിൻസ് തുടങ്ങിയവർക്കായിരിക്കും ഉണ്ടായിരിക്കുക ഡിമാൻഡ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ എന്താണ് പറയുന്നത്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് നോക്കാം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് അല്ലെ. നമുക്ക് എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെ, നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്താ, പൈസ ഉള്ളവർ പൈസ പണക്കാരായിക്കൊണ്ടിരിക്കുന്നു, പൈസ ഇല്ലാത്തവർ പാവപ്പെട്ടവരായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ പറയാണ് നമ്മുടെ ഇൻകം, നമ്മുടെ രാജ്യത്തെ ഇൻകം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഇൻകം ഈസ് മോർ ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്, എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ് വിൽ ബി ഹയർ ആയിരിക്കും. നമ്മുടെ ആൾക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന കൺസ്യൂമർ ഗുഡ്സുകളൊക്കെ എന്തായാലും ഡിമാൻഡ് കൂടും. കാരണം എല്ലാവരുടെ കയ്യിലും പൈസ എത്താണ്, ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരെ എല്ലാവരുടെ കയ്യിലും പൈസ എത്തും. സോ എല്ലാവരും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൺസ്യൂമർ ഗുഡ്സുകളൊക്കെ പോയി വാങ്ങും. ക്ലിയർ. ഇനി പറയാണ് രണ്ടാമത്തെ, ഇത് ഈക്വൽ ആയിട്ടല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയാൻ സാധ്യതയുണ്ട്. കാരണം റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങുള്ളൂ. In economies, the unequal distribution of wealth, luxury goods may have higher demand for the rich. അപ്പൊ അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലക്ഷറി ഗുഡ്സ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വാങ്ങുള്ളൂ. നെസസിറ്റി ഡൊമൈൻ അപ്പൊ എന്ത് ചെയ്യും, പാവപ്പെട്ട ആൾക്കാരൊന്നും അത് അധികം വാങ്ങില്ല എന്നാണ് പറയുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്താണ്, ഒരു ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കി. അടുത്ത പോയിന്റ് ആണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. എന്താ അതിൽ പറയുന്നത്, ഇപ്പൊ നമുക്ക് സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ കാർ ആയാലും ഒരു വീട് വാങ്ങാനൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങാനും നമുക്ക് എന്ത് ചെയ്യണം, കടമായിട്ട് തരികയാണ്, അല്ലെങ്കിൽ EMI ആയിട്ട് തരികയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മളത് വാങ്ങും. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടുമെന്നാണ് പറയുന്നത്. നോക്കാം, ഈസി അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ആൻഡ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എൻകറേജ് ബോറോയിങ് ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾ, ഏതൊക്കെ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ടുള്ള കാറ്, ഹൗസസ് ആൻഡ് അപ്ലയൻസസ്, അതിനൊക്കെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടുന്നാണ് പറയുന്നത്. സോ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്കറേജ് ചെയ്യും, ബോറോയിങ്സിനെ ഡിസ്കറേജ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് എന്ത് ചെയ്യൂടാ, കുറയും എന്നാണ് അവിടെ എന്ത് ചെയ്യണം പറയുന്നത്. സോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ക്ലൈമറ്റ് ആൻഡ് സീസണൽ കണ്ടീഷൻസ് അല്ലെ, ക്ലൈമറ്റിൽ ചേഞ്ചസുകൾ വരുമ്പോൾ, സീസണുകളിൽ ചേഞ്ചസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡിമാൻഡിൽ വ്യത്യാസം വരും അല്ലെ. ഇപ്പൊ മഴക്കാലാണെന്നുവെച്ചാൽ കുടയുടെ ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലെ, ചൂടുകാലാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്ലൈമറ്റും സീസണൽ കണ്ടീഷൻസിനനുസരിച്ച് ഡിമാൻഡിൽ എന്ത് വരാം, ചേഞ്ചസുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗവൺമെന്റ് പോളിസി അല്ലെ, ഗവൺമെന്റ് പോളിസി ആൻഡ് ടാക്സേഷൻ. ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ടാക്സ് റേറ്റ് ഒക്കെ കുറയ്ക്കുകയാണ്, ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യണത് കുറയ്ക്കുകയാണ്. ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളുടെ ഡിമാൻഡിലൊക്കെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഇനി ഗവൺമെന്റ് കൂടുതലായിട്ട് കളക്ട് ചെയ്യാണ് ടാക്സ് ജനങ്ങളിൽ നിന്ന്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിമാൻഡ് സാധനങ്ങളുടെ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടാക്സ് സബ്സിഡീസ് ആൻഡ് ട്രേഡ് പോളിസീസ് അഫക്ട് ഡിമാൻഡ് ആണ്. ഹയർ ടാക്സ് ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, റെഡ്യൂസ് ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ സബ്സിഡറീസ് ലോവർ പ്രൈസസ് ബൂസ്റ്റിംഗ് ഡിമാൻഡ്. അപ്പൊ സബ്സിഡീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ലോവർ പ്രൈസിൽ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ ബൂസ്റ്റിംഗ് ഡിമാൻഡ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ടാക്സേഷൻ വിൽ അഫക്ട് ദി എന്താ ഡിമാൻഡ്, ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഇനി ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ അല്ലെ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ആൻഡ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ക്യാൻ ഷിഫ്റ്റ് ഡിമാൻഡ്. നമുക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകളുടെ വരവ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയ പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ iPhone 17 വന്നാൽ iPhone 15, 10, 16 ഒക്കെ ഡിമാൻഡിൽ എന്ത് വരും,
കുറവ് വരും. സോ അതാണ് പറയുന്നത്, പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നതിനനുസരിച്ചിട്ട് കുറെ പ്രൊഡക്റ്റ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഔട്ട്ഡേറ്റഡ് ആയ പ്രൊഡക്റ്റിനൊക്കെ ഡിമാൻഡ് കുറയും, പുതുതായിട്ട് വരുന്നതിനൊക്കെ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസുകളാണ് കൂടുതൽ വരുന്നത്, ഒരു പുതിയൊരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡിമാൻഡ് ഇപ്പൊ എന്താണ്, സാധ്യപ്പെട്ട അതിനോടൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടിക്കൊണ്ട് വരികയാണെന്നുള്ളതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സോ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്താണ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെ ഫാക്ടറുകളാണ് ഡിമാൻഡിനെ എന്ത് ചെയ്യണത്, അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമായി സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്ലാസ്സിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക. അതെല്ലാം നികത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നിങ്ങളോട് പവറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും ഗവൺമെന്റ് ജോലിയിലേക്ക് കയറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.